എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിജിത്ത് പോലോളപ്പില്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫാമിലാട്ടാ. അതായത് പലതരത്തിലുള്ള മീനുകളെ വളർത്തി ലൈവായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലാണ്. ഡോൾഫിൻ ഫാം എന്ന് പറയും. നമ്മുടെ തൃക്കൂരാണ് സ്ഥലം. അപ്പൊ നമുക്ക് ആ ഫാമിന്റെ വിശേഷങ്ങളിലേക്ക് അടങ്ങാം. ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് അവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതൊരു നല്ല രസമുള്ള ഫാമാണ് കേട്ടോ. ഫാം എന്ന് പറഞ്ഞാൽ ഒരുവിധമൊക്കെ നാച്ചുറൽ ആയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാമാണ് ഇത്. അപ്പൊ നമുക്ക് ഫാമിന്റെ ഉള്ളിലേക്ക് അടക്കാം. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഫാമിലൊരു ചെറിയൊരു വഞ്ചി സഫാരി നടത്താനുള്ള പരിപാടി കേട്ടോ. അപ്പൊ മീൻ തീറ്റിട്ട് റോഡുകളും അതുപോലെ മീൻ പിടിച്ച് ഹാർവസ്റ്റിന് വേണ്ടി മാറ്റിയിടല് ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഫുള്ള് കൂട് കൃഷി കേട്ടോ. കൂട് കൃഷിയില് ബ്രാലും സാധനങ്ങളാണ് കിടക്കുന്നത്. അപ്പൊ ബ്രാലിന് തീറ്റിട്ട് കൊടുക്കാൻ പോവാട്ടോ. നിറച്ച് ബ്രാലിന് ഇട്ടുണ്ട്. അപ്പൊ ബ്രാലിന് തീറ്റ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഈ ഡ്രമ്മില് നിറച്ച് തീറ്റയാണ്. ഈ ബയ്യ നമ്മളെ തുഴഞ്ഞുകൊണ്ട് കൊണ്ടുപോകട്ടോ. വഞ്ചി തുഴഞ്ഞ് തീറ്റ കൊടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആള്. അപ്പൊ നമുക്ക് തീറ്റ കൊടുക്കുമ്പോൾ ലൈവ് മീനിങ് കാണാം. അതോടൊപ്പം ഇവിടുന്ന് ഹാർവസ്റ്റിന് വേണ്ടി പിടിക്കുന്ന രീതികളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നല്ല വെറൈറ്റി സ്ഥലമാണ് ഇത് കണ്ട. ഇത്രയും ഏരിയ ഫുള്ളായിട്ട് മീൻ കവർ ചെയ്ത് കിടക്കുന്ന ഏരിയ ആണ് അത്. നാച്ചുറൽ കുളത്തിൽ വന്നിട്ട് കർക്കില, രോഹു അങ്ങനത്തെ മീനുകളുണ്ട്. എല്ലാം 2 കിലോ 3 കിലോ വലിപ്പമുള്ള നല്ല വലിയ മീനുകളാട്ടാ. ഏരിയ ഉണ്ട്. നല്ല സൂപ്പർ ഏരിയ ആണ്. ഫുള്ള് മീനുകളൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങളിത് കൂടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കോൺസ മച്ചിലേ പയ്യ ബ്രാലുണ്ട് ഇതില്. നല്ല സൂപ്പർ ബ്രാലുകളാട്ടാ. പിന്നെ ആവശ്യക്കാർക്കൊക്കെ ഇവര് ലൈവായിട്ട് ഇത് പിടിച്ച് ജീവനോടെ വേണമെങ്കിൽ ജീവനോടെ, നന്നാക്കി വേണമെങ്കിൽ നന്നാക്കി, എങ്ങനെ വേണമെങ്കിൽ ഒരു സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കൂട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ബ്രാലൊക്കെ എന്ന് പറഞ്ഞാൽ 1/2 കിലോന്റെ മേളില് 1 കിലോന്റെ മേളിലേക്കുള്ള ബ്രാലുകളുണ്ട്. നല്ല വലിപ്പമുള്ള ബ്രാലുകൾ കുറെ ഉണ്ട് ഇതിന്. നല്ല ടേസ്റ്റ് ആണ്. ഇത് നാച്ചുറൽ പോണ്ടുകളായതുകൊണ്ട് നമുക്ക് വേറെ ചെളിയുടെ ചൊവ്വ അങ്ങനത്തെ കേസുകൾ കുറവാണ്. മീൻ മേടിക്കാൻ ആൾക്കാർ വരുമ്പോൾ ഇതിൽ നിന്ന് വന്നിട്ട് ഇവര് ലൈവായിട്ട് എടുത്തു കൊണ്ടുപോയി ആൾക്കാർക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി കൊടുക്കുന്ന രീതിയാണ് ഇവര് ചെയ്യണത്. അതുകൊണ്ട് പഴകിയ മീനോ രുചിയില്ലാത്ത മീനോ ഒന്നും ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ട. എല്ലാം നല്ല ഫ്രഷ് മീനുകളായിരിക്കും കേട്ടോ. ഹാർവെസ്റ്റിങ്ങിന് പിടിച്ച് കയറ്റുന്ന രീതിയാട്ടോ. അതായത് കൂട് കൃഷിയിൽ നിന്ന് മീൻ പിടിച്ച് കയറ്റുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇതിലത്തെ ഈ കൂടുകള് ഫ്ലോട്ടഡ് കൂടുകളായിട്ട് അത് കംപ്ലീറ്റ് ഡ്രമ്മൊക്കെ കെട്ടിയിട്ട് പൊന്തി കിടക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ കറക്കി നമുക്ക് മീനടക്കം ഇത് പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിടിച്ച് കയറ്റിയിട്ടാണ് നമുക്ക് ലൈവായിട്ട് നമുക്ക് നല്ല ഫ്രഷ് മീൻ ഏത് വേണമെന്നുണ്ടെങ്കിൽ ആ കൂട്ടിൽ ഏത് മീനാണോ ആ മീൻ നമുക്ക് പിടിച്ചുവിടുന്ന് ഇവര് പിടിച്ചെടുത്തിട്ട് നന്നാക്കി നമുക്ക് തരും. നന്നാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം. അതായത് ജീവനുള്ള മീനെ കൈയോടെ പിടിച്ച് നന്നാക്കി നമുക്ക് വീട്ടിൽ കൊണ്ട് കറി വെക്കാം. ആ സെറ്റപ്പാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സ് വരുമ്പോൾ നമുക്ക് ടൈം ലാഗോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇമ്മീഡിയറ്റ് നമ്മൾ കൂട് തുറന്ന് ഇവര് കൈയോടെ പിടിച്ച് നന്നാക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ അതിനൊന്നും വേറെ വിഷയമില്ല. നമുക്കിത് ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് പോവാം. അതോടൊപ്പം ഫാമിലി നേരിട്ട് വന്ന് മീൻ മേടിക്കുന്നവർക്കാണെങ്കിൽ നല്ല ഡിസ്കൗണ്ടും ഇവിടെ റെഡിയാണെന്നാണ് കേട്ടത്. അപ്പൊ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ പറ്റും. ഇത് ഫസ്റ്റ് മീൻ പിടിക്കുമ്പോൾ കുറച്ച് തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ വേണ്ട. നമ്മളിത് മീൻ പിടിക്കാൻ പോവാ. അവിടെ ബയ്യ വലയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് മീൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും സൈസ് നല്ല ഫ്രഷ് മീനുകളാട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഒറ്റപ്പെടുത്തതിൽ നമുക്ക് കിട്ടിയ മീനുകളാട്ടത്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര കിലോ വേണമെങ്കിലും നമുക്ക് ലൈവായിട്ട് ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോകാം. കണ്ട മീനിന്റെ വലിപ്പം കണ്ട. ഇത്രയും നല്ല സൂപ്പർ മീനുകൾ നമുക്ക് ഇവിടുന്ന് ലൈവായിട്ട് പിടിച്ചുകൊണ്ടുപോകാം. അതാണ് ഇതിന്റെ ഗുണം. നല്ല ഫ്രഷ് മീനാണ്. നല്ല ജീവനുള്ളത്. ആള് അഭിനയിക്കണം കൂടി ഉണ്ട് ക്യാമറയില്. ആവശ്യക്കാർക്ക് ചെറുത് വേണമെങ്കിൽ ചെറുത്, വലുത് വേണമെങ്കിൽ വലുത്, അങ്ങനെ ഡിമാൻഡുകളൊന്നും ഇല്ല. ഏത് വേണമെങ്കിൽ നമ്മൾ കൊടുക്കും. ഇതേണ്ട മീനുകൾ കംപ്ലീറ്റ് ഇങ്ങനെയാണ്ടാ. കൂട് കൃഷിയില് മീൻ കയറി എടുക്കുക ഇങ്ങനെയാ. അല്ല കിൻഡില് കണക്കിനാണ് മീൻ കിടക്കുന്നത്. അപ്പൊ നമ്മള് മീനൊക്കെ പിടിച്ചു എല്ലാം സെറ്റാക്കി. അപ്പൊ കൂട് തിരിച്ച് കുളത്തിലേക്ക് തന്നെ ഇടാണ്. അപ്പൊ ആവശ്യക്കാർ വരുമ്പോ ആവശ്യമുള്ള മീൻ പിടിക്കുക. അതുപോലെ ബാക്കിയുള്ളതിനെ തിരിച്ച് കുളത്തിലേക്ക് തന്നെ ഇറക്കണ ഒരു പ്രക്രിയയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ മീനുകൾ വേസ്റ്റ് ആവുക അങ്ങനെ ചാവേ അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല. നല്ല ടേസ്റ്റുള്ള മീനുകളാണ്. ചേറ് ചോവ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതാണ് നമുക്ക് ഇതിലത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഫ്രഷ് വാട്ടറും കൂടി ആയതുകൊണ്ട് നമുക്ക് വേറെ ചേറ് ചോവയോ മറ്റ് ചേറ് കുളങ്ങളിൽ കിടക്കുന്ന പോലത്തെ ടേസ്റ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇവര് നല്ലപോലെ നന്നാക്കി വൃത്തിയാക്കിയിട്ട് നമുക്ക് പാക്ക് ചെയ്ത് തരും. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വെക്കേണ്ട ഒരു കാര്യമുള്ളൂ. കറി വെക്കുക വർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് അത്രയും സെറ്റപ്പിൽ ഇവര് ചെയ്തു തരും. ഇത്രയധികം സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. എല്ലാവരും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യം
ആവശ്യമുള്ള രീതിയിൽ മീനെ സെറ്റ് ആക്കും. ഇനി ഇത് വന്നിട്ട് നമ്മുടെ മീനുകളുടെ ബ്രീഡിംഗ് ടാങ്ക് ആണ്. അപ്പൊ ഇതില് നമുക്ക് മീനുകൾ അങ്ങനെ കാണാൻ പറ്റില്ല, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ബ്രീഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കുളങ്ങളിലേക്കൊക്കെ മീനുകളെ കൊണ്ടുവരുന്നത്. കുളവാഴ ഇട്ടുണ്ട്. കുളവാഴ എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മള് ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ അധികം ചൂട് കിട്ടാൻ പാടില്ല. ചൂട് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുളവാഴ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫാം വന്നിട്ട് അത്യാവശ്യം നല്ല കവറേജ് ഉള്ള ഏരിയ കേട്ടോ. എന്താ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കുളങ്ങളുടെ വ്യാപ്തി നമുക്ക് എത്ര കണ്ടാലും തീരാത്ത അത്രയും വലിപ്പത്തിലാണ് ഇവിടുത്തെ കുളങ്ങൾ കിടക്കുന്നത് കേട്ടോ. മീൻ മേടിക്കാൻ മാത്രമല്ല, കാഴ്ച കണ്ട് ഉല്ലസിക്കാനും കൂടെ ഒരു അവസരം നമുക്ക് ഈ ഫാമിലുണ്ട്. അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ടൈം പാസും കൂടിയാണ്. അതായത് സെയിൽ കം ടൈം പാസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വന്ന് കളിക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലം ഇവിടെ കവർ ചെയ്യാനുണ്ട്. അപ്പൊ ടൈം പാസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബോറിംഗ് ഇല്ല. അപ്പൊ മീൻ മേടിക്കലും നടക്കും, കാഴ്ച കാണലും നടക്കും. അതാണ് ഇവിടുത്തെ ബെനിഫിറ്റ്. ഊഞ്ഞാലാടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഊഞ്ഞാലുണ്ട്. ഫാം കം ടൂറിസ്റ്റിന്റെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് ബ്രീഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ വളർത്തി വലിപ്പമായിട്ട് ഫുഡ് സിസ്റ്റത്തിലേക്ക് മാറ്റാനുള്ള സംഭവമാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ ഇവിടത്തെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് ചാടുന്നുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ആടുകളെ ഇട്ടോർന്ന് കൂടാട്ടാ. ഗോഡ് ഫാം ഉണ്ടായിരുന്നു ഇവിടെ, വലിയ ഇപ്പൊ കാലിയായിക്കാണ്. ഇവിടെ വേറെ ബെനിഫിറ്റും കൂടി ഉണ്ട്. ആർക്കെങ്കിലും ആടുകളെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഫാം റെഡിയാണ്. ഇവര് റെന്റിന് കൊടുക്കാനും തയ്യാറാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ഇവിടെ. ബിസിനസ് പരമായിട്ട് ചിന്തിക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് അവസരങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഇവരുടെ ഡോൾഫിൻ ഫാമുകാരുടെ ബയോഫ്ലോക് സിസ്റ്റം ഉണ്ട്. ബയോഫ്ലോക് സിസ്റ്റത്തിന്റെ ഷെഡിന്റെ ഉള്ളിലേക്കാണ് കിടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ടാങ്കുകളാണ് ഇവിടെ ബയോഫ്ലോക്കിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 7 ടാങ്കില് 7 വെറൈറ്റി മീനുകളാണ് ഇവരിപ്പോ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ഒരു 1-2 ടാങ്കില് മീൻ മാത്രമേ ഹാർവസ്റ്റിന് തയ്യാറായിട്ടുള്ളൂ. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട കൂട് കൃഷിയിലത്തെ മീൻ എടുത്തു പറഞ്ഞിട്ട് ജീവനോടെ കൊടുന്ന് ഇതില് ഇട്ടിട്ട് ഇതിൽ നിന്നാണ് നമുക്ക് ലൈവ് സെയിൽ നടക്കുക. അപ്പൊ ഇവിടെ സിസ്റ്റം വന്നിട്ട് കംപ്ലീറ്റ് ഇത് ബാറ്ററി ബാക്കപ്പോട് കൂടി ഫുള്ള് എയർ മോട്ടറൊക്കെ വെച്ചിട്ട് ഫുൾ സിസ്റ്റം ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ടാ ഇത്രയും വലിപ്പം 1/2 കിലോന്റെ മേലുള്ള പിലോട്ട് കേട്ടോ. ഒരു ചെയറിന്റെ ഒരു അഴുക്കോ ഒന്നുമില്ല, അത്രയും നീറ്റ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. തൃക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തൃക്കൂർ മുട്ടൻസ് എന്ന് പറഞ്ഞാണ് ഡോൾഫിൻ ഫാമിന്റെ സ്പോട്ട്. അപ്പോൾ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈവ് ഫിഷിങ്ങും ഇതുപോലെ ഇത്രയധികം നല്ല കാഴ്ചകളും കണ്ടു മടങ്ങാം. വിത്ത് ഫാമിലി വരണം എന്നേ ഞാൻ പറയുള്ളൂ. കുട്ടികൾക്കായാലും ലേഡീസിനായാലും അത്യാവശ്യം നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ അത്രയും സ്ഥലങ്ങൾ ഈ ഫാമില് അവൈലബിൾ ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ കൂട് ഫാമിന്റെ മീൻ കൃഷി കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അതിൽ നിന്ന് മീൻ പിടിച്ച് കയറ്റണമൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ലൈവ് കൂടെ കാണാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുക. അപ്പൊ മീൻ മേടിക്കാനും കാര്യങ്ങളും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവര് ഡെലിവറി കൊടുക്കുന്നുണ്ട്. ഇത്ര കിലോമീറ്റർ, ഒരു പർട്ടിക്കുലർ കിലോമീറ്ററിന്റെ ഉള്ളിൽ ഇവർ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വിശദമായി അറിയാൻ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡയറക്റ്റ് കാര്യങ്ങൾ അന്വേഷിച്ച് അറിയാവുന്നതാണ്. താങ്ക്